നമസ്കാരം. പ്രശസ്ത ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ശ്രീ കെ.എൻ. കുറുപ്പാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം. നമസ്കാരം സർ. നമസ്കാരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ചരിത്രകാരന്മാരിൽ ഒരാളാണ് താങ്കൾ. എന്താണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? എന്നെ മലനാടിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ തരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വയനാട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കർമ്മ മേഖലയാണ്. ചരിത്രത്തിലേക്ക് വന്നു എന്ന് പറയുന്നതിൽ ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പോകണം, പിന്നീട് പൊളിറ്റിക്കൽ സയൻസിന് പോകണം എന്നെല്ലാം MA പഠിക്കാൻ വേണ്ടി വ്യാകുലപ്പെട്ടിരുന്നപ്പോൾ ഡോക്ടർ നടരാജഗുരു എന്നെ ഉപദേശിച്ചത് കുറുപ്പ് ചരിത്രമാണ് പഠിക്കേണ്ടത്, പൊളിറ്റിക്കൽ സയൻസ് അല്ല. ആ ഒരു പ്രചോദനം ഒരു സന്യാസിയുടെ വാക്കാണത്. അത് ഏറ്റവും വലിയൊരു ദൂരദർശനം പോലെയുള്ളൊരു ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചരിത്രമാണ് സമൂഹത്തിൻ്റെ മരം, പൊളിറ്റിക്കൽ സയൻസ് അതിൻ്റെ ഒരു കായ മാത്രമാണ്. അതൊരു വല്ലാത്തൊരു ഉപദേശമായിരുന്നു. അദ്ദേഹം ടോയിൻബിയെ പറ്റി എന്നോട് സംസാരിച്ചു. അന്ന് എനിക്ക് ടോയിൻബി ഒന്നും അറിയില്ല. പിന്നീട് MGS നാരായണനായിട്ടില്ല പരിചയം. അതുപോലെ തന്നെ ഞാൻ കാസർഗോഡ് താലൂക്കിൽ തെക്കേത്തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പട്ടേൽ എന്ന് പറയുന്ന ലാവടത്തിൽ 1816 സായിപ്പിൻ്റെ ഒരു നിയമപ്രകാരം പാരമ്പര്യമുള്ള ആ പട്ടേൽ പണിയിൽ ഞാൻ 3 വയസ്സിൽ തന്നെ വരാനിടയായി. അപ്പോൾ അവിടെ പ്രവർത്തിക്കുമ്പോഴൊരു 20 വയസ്സായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന വടകര താലൂക്കിലെ സാമൂഹ്യ ഘടനയല്ല അവിടെ ഉണ്ടായിരുന്നത്. തെയ്യങ്ങൾ വ്യത്യസ്തമാണ്. തെയ്യങ്ങൾ, കാവുകൾ ഇതെല്ലാം കിടക്കുകയാണ്. കാസർഗോഡ് പൂരങ്ങൾ, ഉത്സവങ്ങൾ, അവിടുത്തെ ജനസമൂഹവും കാർഷിക രീതിയെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ആദ്യമായിട്ട് 60കളിൽ ഒരു മാനുവൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇത് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാനുവൽ കമ്മിറ്റിയായിട്ട് MGS നാരായണന് വളരെ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം കൂടിയിട്ട് എൻ്റെ ഒരു ചരിത്രബോധം ഞാൻ പലപ്പോഴും പറയുന്നൊരു വിഷയം, കാസർഗോഡ് താലൂക്കിൽ ഞാൻ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു ചരിത്രകാരനാവുമായിരുന്നില്ല. കാരണം അത്രയ്ക്ക് പഠിക്കാനുണ്ട്. കയ്യൂർ സമരം പോലെയുള്ള സമരങ്ങൾ, കർഷക സമരങ്ങൾ, അത് നോക്കുമ്പോൾ പിന്നീട് അക്കാദമിക് ചരിത്രം, സാധാരണ IAS വരുന്നത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് ജനങ്ങളുടെ ഇടയിലേക്കാണ്. ഒരു പ്രൊഫസർ വരുന്നത് പ്രത്യേകിച്ച് ഞാൻ റൈറ്റ് വാരിയും ജമീന്ദാരിയും ഭൂപ്രശ്നങ്ങളും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ സർവകലാശാലകളിൽ പഠിച്ച് സർവകലാശാലയിലേക്ക് അക്കാദമിക ബിരുദത്തിന് പോകും. ഈ ഒരു വ്യത്യാസം പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയും. കാസർഗോഡ് താലൂക്ക് ഇത്രയും പിന്നോക്കാവസ്ഥയിലുണ്ടാകുന്ന കാരണം അന്വേഷിച്ചപ്പോഴാണ് കൊളോണിയൽ അവരുടെ റൈറ്റ് വാരി സിസ്റ്റം, അതിൻ്റെ ചൂഷണം, ഇതെല്ലാം എനിക്ക് മനസ്സിലായി. റയറ്റ് എന്ന് സായിപ്പ് പറയുന്നത് തോമസ് മൺറോവിൻ്റെ റയറ്റ് കുടിയാൻ എന്ന് പറയുന്നത് 1000 ഏക്കറയിലെ ജമ്മിമാരാണ് കുടിയാൻ, പാവപ്പെട്ട കർഷകരല്ല, അവൻ വെറും കുടിയാൻ മാത്രമാണ്. ഇതെല്ലാം കണ്ടപ്പോൾ പിന്നീട് സർവകലാശാല ചരിത്ര വകുപ്പിൽ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖ ചരിത്രകാരന്മാരെ നൂറുൽ ഹസനും പോലുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഹസനെ പോലുള്ളവരെയും, റോബിള താപ്പർ, ബിപിൻ ചന്ദ്ര, ഇങ്ങനെ എൻ്റെ മുൻനിരയിൽ ഷെയ്ഖ് അലി, വളരെയധികം പേര് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവരെല്ലാം ചെയ്ത കർമ്മമണ്ഡലം എൻ്റെ കർമ്മമണ്ഡലമാണ്. അതുകൊണ്ട് ഞാൻ കൊളോണിയൽ ഹിസ്റ്ററി എന്നെ എടുത്തിട്ട് തലശ്ശേരി സെറ്റിൽമെൻറ്റിൻ്റെ പഠനം എടുത്തിട്ട് ഡോക്ടർ MBS നായരുടെ കീഴിൽ PhD ചെയ്തു. അങ്ങനെ ആ ഒരു അക്കാദമിക വളർച്ച ചരിത്രകാരനായിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരാതെ ഒരു കോളേജിൽ ഞാൻ MA പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വികസനം ഉണ്ടാവില്ല, തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഈ ഒരു സാർ ഈ മലബാർ ചരിത്രത്തെക്കുറിച്ചാണ്, കാസർഗോഡിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ മലബാർ ചരിത്രം താങ്കൾ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ മലബാർ ചരിത്രം ഇത്രയേറെ? ലോകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാനുവലിൽ പറയുന്നത്, എനിക്ക് മലബാറിൻ്റെ ചരിത്രം പൂർണ്ണമായും പിന്തുടരുവാൻ കഴിഞ്ഞിട്ടില്ല, ഈ മണ്ണിൻ്റെ മക്കളാണ് അത് പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മലബാറിൽ ഇപ്പോൾ ആലുരാജാവിൻ്റെ പറ്റിയിട്ട്, കേയ്മാരെ പറ്റിയിട്ട്, ഇങ്ങനെ ഒരുപടി പഠന വിധേയമല്ലാത്ത തെയ്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ട് അമേരിക്കൻ ഡിക്ഷണറി ബിബ്ലിയോഗ്രാഫി എന്നെപ്പറ്റി പറയുന്നത് മാർക്സിസ്റ്റ് ആന്ത്രപ്പോളജിസ്റ്റ് എന്നാണ്. ഞാനൊരു ആന്ത്രപ്പോളജിസ്റ്റ് അല്ല, ഹിസ്റ്റോറിയനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തെയ്യങ്ങളും പെരുങ്കളിയാട്ടങ്ങളും ഇതെല്ലാം പഠിക്കാൻ, കർഷക സമരങ്ങളും ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരവസരം വന്നു. അതോടുകൂടിയിട്ടാണ് കൊളോണിയൽ വിരുദ്ധം,
തലശ്ശേരി ഫാക്ടറിയിൽ ഈ രാജാക്കന്മാരെ മുഴുവൻ അവർ 1793 ടിപ്പുവിൻ്റെ കരാർ ഒപ്പിട്ടതിന് ശേഷം എല്ലാം ഭൂവുടമകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഭൂവുടമകളാക്കി മാറ്റിയതിന് ശേഷം അവരെ നിലനിർത്തിക്കൊണ്ടുള്ള ഭൂമി സമ്പ്രദായമാണ് ഇവിടെ വന്നത്. അതിനെതിരായിട്ടാണ് മലബാർ കലാപത്തിൽ മറ്റും നമ്മൾ ഘടകങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ മലബാറിലാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ചത്, ഏറ്റവും ഇതായിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിന്ന് അതിൻ്റേതായ ഒരു ചരിത്രകാരൻ അതുവരെ വളർന്നു വന്നിട്ടില്ല. ലോകം വിട്ടുപോയതിന് ശേഷം മലബാറിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് വന്നത് 68-ലാണ്. അപ്പോൾ അവിടെ മാത്രം ചരിത്ര വകുപ്പുണ്ടായത്. മദ്രാസിൻ്റെ കീഴിൽ അവിടുത്തെ പണ്ഡിതന്മാർ ഇവിടെ വന്നിട്ട് ശ്രമിക്കാറില്ല. രേഖകൾ മദ്രാസിലുണ്ടെങ്കിൽ അവർ നോക്കാറില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം കൊണ്ട് എൻ്റെ മുന്നിലൊരു വലിയ മേച്ചിൽ സ്ഥലം, ചരിത്രത്തിൻ്റെ മേച്ചിൽ സ്ഥലം തുറത്ത് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ പരിശീലനം അതിന് ഉപകരിച്ചു. ഓക്കെ, ഈ ഒരു ചരിത്രത്തിനൊപ്പം തന്നെ താങ്കൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഠനം നടത്തിയിട്ടുണ്ട്. നമ്മളൊരു 1990 ശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ കാർഷിക മേഖലയിൽ പറയത്തക്ക വിധത്തിലുള്ള ഒരു മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു? മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ കാണാൻ ഒന്നാമത് ഭരണത്തിൻ്റെതായിട്ടുള്ള ശുഷ്കാന്തി കാർഷിക മേഖലയിൽ വേണ്ടത്ര വന്നിട്ടില്ല എന്ന് പറയുന്നത്. ഭൂപരിഷ്കരണം നമ്മൾ നടപ്പിലാക്കി. അതേസമയത്ത് നമ്മളൊരു ലാൻഡ് ഫോഴ്സ് ഉണ്ടാക്കിയില്ല. ആ ലാൻഡ് ഫോഴ്സിന് പകരമാണ് ഇന്നിപ്പോൾ ഈ പഞ്ചായത്തുകളും മറ്റും ഇതായിട്ടുള്ള പണിയെടുപ്പിക്കുന്ന ഒരു രീതി വന്നിട്ട്. പക്ഷെ അതൊന്നും ഒരു ലാൻഡ് ഫോഴ്സിൻ്റെ നിലയിലല്ല പണിയെടുക്കുന്നത്. അവർ ചെറിയ ചെറിയ പണികളെടുക്കുന്നു, വലിയ കാര്യങ്ങളിലേക്ക് അവർ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാർഷിക രംഗത്തിലേക്ക് വേണ്ടുന്ന വിധത്തിൽ വൈദ്യുതി, വളം, വിത്തുകളെല്ലാം ഇന്നിപ്പോൾ നിങ്ങൾ മൾട്ടിനാഷണലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇപ്പോൾ സൂര്യകാന്തി പൂവിൻ്റെ ഒരു കിൻഡൽ വിത്തിന് എത്ര 2000-3000 ഉറുപ്പ്യ കൊടുക്കണം. അതേ സമയത്ത് അത് ഉണ്ടാക്കുന്ന കർഷകന് അത് വിറ്റാൽ ആ പണം കിട്ടുന്നില്ല. അതുപോലെ കുരുമുളക് രോഗങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, കാലാവസ്ഥ മാറ്റം വരുന്നുണ്ട്. വയനാട്ടിലെ കുരുമുളക് എല്ലാം പോയി കഴിഞ്ഞതിൻ്റെ കാരണം പുൽപ്പള്ളി കുരുമുളകിന് വേലിയിൽ പോലും കുരുമുളക് ഏറ്റവും അധികം പണം ഉണ്ടാക്കിയിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ റഷ്യ ഇന്ത്യ വന്നിട്ടുള്ള കരാറ്, അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കരാറുകൾ വളരെ ഗുണപ്രദമായിരുന്നു. അന്ന് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നില്ല. ഇന്ന് വിയറ്റ്നാമിലെയും സിലോണിലെയും കുരുമുളകാണ് ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നത്. അതേ സമയത്ത് അവർ ഉണ്ടാക്കുന്ന ഇതായിട്ടുള്ള താണ കുരുമുളക് പോലും ഇവിടുത്തെ നല്ല വൈറ്റ് പെപ്പർ എന്ന് പറയുന്ന വയനാട്ടിലെ പെപ്പറുമായിട്ട് കൂടിച്ചേർന്ന് അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ വില ഇടിക്കലുണ്ടാക്കുന്നു. അതുപോലെ നമ്മളുടെ വിഭവങ്ങളുടെ മുഴുവൻ കയറ്റുമതി വിഭവങ്ങളുടെ വില നിശ്ചയിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളാണ്. ആ മൾട്ടിനാഷണൽ കമ്പനികൾ ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി വലിയ കാർഷിക ഇളവുകൾ നൽകുന്നുണ്ട്. ഇതൊരു കാരണമാണ്. ഓക്കെ, നമുക്ക് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു കാർഷിക മേഖല തന്നെയാണ്. വയൽനാട് എന്നുള്ള ആണ് വയനാട് അറിയപ്പെടുന്നത്. ഈ ഒരു രംഗത്ത് ഇപ്പോഴത്തെ ഒരു വയനാട്ടിലെ കർഷകരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വിളനാശം, വിളത്തകർച്ച, കാലാവസ്ഥാ വ്യതിയാനം, അല്ലെങ്കിൽ പ്രളയം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ വന്യമൃഗശല്യം. ഇതിനോടൊക്കെ പടപൊരുതിയിട്ടാണ് ഒരു കർഷകൻ അന്നേക്കുള്ള ആ ഒരു വക കണ്ടെത്തുന്നത്. പക്ഷേ അതിനിടയ്ക്കുള്ള ഇടനിലക്കാരുടെ ഒരു ചൂഷണം വല്ലാതെ ബാധിക്കുന്നുണ്ട്. കർഷകർക്കൊന്നും കിട്ടാത്തൊരവസ്ഥ. അവസാനം കർഷകർക്ക് ഒരു കയറിൽ ജീവൻ അവസാനിപ്പിക്കേണ്ട ഗതി. അല്ല, വയനാട്ടിലെ കാർഷിക ആത്മഹത്യയെ പറ്റിയിട്ട് ഞാൻ തന്നെ പഠനം നടത്തിയിട്ടുണ്ട്. ശ്രേയസ് എന്ന് പറയുന്ന സംഘടന, ബത്തേരിയിലെ ശ്രേയസ് സംഘടന എന്നെ കൺസൾട്ടൻ്റായി വെച്ചുകൊണ്ട് ഒരു വലിയ പഠനം. അതിനു മുമ്പ് ഞങ്ങളുടെ കേരളീയ സ്മാരക സമിതി IV ശശാങ്കനും മോഹൻ ബാബു പ്രിൻസിപ്പളും പുൽപ്പള്ളിയിലെ കുട്ടികളും എല്ലാം കൂടിയിട്ട് വലിയൊരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളൊരു ചെറിയ ബുള്ളറ്റിൻ, അത് അഖിലേന്ത്യാ കർഷക സംഘവും മറ്റും അംഗീകരിച്ചിട്ടൊരു കർഷക സംഘം പഠനമായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഇവിടെ എത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലും നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ല വയനാട്ടിലെ ആത്മഹത്യയെ പറ്റിയിട്ട്. ഞങ്ങൾ 2002 പഞ്ചാബി യൂണിവേഴ്സിറ്റിയിലൊരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ പ്രഭാത് പട്നായക്, അന്നത്തെ ICH ചെയർമാൻ, ഇനി ഇന്ത്യയിൽ കോർപ്പറേറ്റുകളുടെ ഭരണമാണ് വരാൻ പോകുന്നത്, അതുപോലെയുള്ള കാർഷികമായിട്ടുള്ള തകർച്ച, ഇതെല്ലാം വരാൻ പോകുന്നു എന്ന് അദ്ദേഹം മാർക്സിസ്റ്റ് ടൂൾ ഉപയോഗിക്കുന്ന ഒരു ചരിത്രകാരൻ. എൻ്റെ ടൂളും അത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനും എൻ്റെ പ്രബന്ധത്തിൽ പറഞ്ഞത്
കർഷകർ ഭരിച്ചുകൊണ്ടിരിക്കും. ഹൈദരാബാദിൽ അന്ന് അവിടെ സംസാരിച്ചപ്പോൾ വയനാട്ടിലെ കാർഷിക ആത്മഹത്യയെ പറ്റിയിട്ടൊരു പഠനം ചെയ്യണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. 2004 മുതൽ 6 വരെയുള്ള കാലഘട്ടത്തിൽ വയനാട്ടിലെ ആ ഒരു കാർഷിക ആത്മഹത്യകൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ പഠനത്തിൻ്റെ പാക്കേജുകൾ ഞങ്ങൾ MLA-മാർക്ക് MP-മാർക്കെല്ലാം കൊടുത്തിരുന്നു. അപ്പോഴാണ് VS അച്യുതാനന്ദൻ വന്നപ്പോഴൊരു പാക്കേജ് വന്നു. ആ പാക്കേജിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളായിരുന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരത് പറയുന്നുണ്ട്. അപ്പോൾ ആ പാക്കേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. അപ്പോൾ കാർഷിക ആത്മഹത്യ ഡിക്ലൈൻ ചെയ്തു. പിന്നീടും ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള വെള്ളപ്പൊക്കം വരുന്നു. കാർഷിക വിളവുകളുടെ വില നിശ്ചയിക്കുന്നത് WTO പ്രകാരം മറ്റ് രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർഷകൻ ഇഞ്ചിയിലേക്ക് പോകും, നാളെ സൂര്യകാന്തിയിലേക്ക് പോകും, കുരുമുളകിലേക്ക് പോകും, ഇങ്ങനെ അവനെയായിട്ട് കളിപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാൻ പോകുന്ന കാർഡമത്തിൻ്റെ ഒരു ചെടിയില്ലേ, അത് എല്ലാവരും നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബ്ലോക്ക് ജീപ്പുകൾ ധാരാളമായിട്ട് ഓടി പെട്രോൾ തീർത്തു. പക്ഷേ പിന്നീട് കാർഷിക രംഗത്ത് ഈ ചെടികൾ വെട്ടുന്ന പ്രവണതയാണ് തോന്നുന്നത്. കൊക്കോവിൻ്റെ വില ആഫ്രിക്കയിൽ കുറച്ചിട്ട് വാങ്ങുമ്പോൾ ഇവിടെ കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇൻ്റർനാഷണലൈസേഷൻ ഇതിലേക്ക് നമ്മൾ ലോക മുതലാളിത്തത്തിലേക്ക് വയനാട് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നും ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അത് ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. അപ്പോൾ നമ്മളിതിനെ നേരിടണമെങ്കിൽ കർഷകൻ്റെ കാർഷിക സംഘങ്ങൾ വേണം. ഇപ്പോൾ ഞാൻ യൂറോപ്പിൽ ആംസ്റ്റർഡാമിൽ പോയിരുന്നപ്പോൾ അവിടുത്തെ ഫ്ലവർ മാർക്കറ്റ്, ആ ഫ്ലവർ മാർക്കറ്റിൽ പോകാൻ എനിക്കൊരു അവസരം കിട്ടി. അത് 83-ലായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ഫ്ലവർ മാർക്കറ്റ് ചെയ്യുന്ന ഓരോ കർഷകനും ഏറ്റവും നല്ല വിഹിതം കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് ഒരു ഓപ്ഷൻ സെൻറ്റർ നടത്തുന്നത്. നമ്മൾ ലോറിയിൽ ഫ്ലവർ അവിടെ കൊണ്ടുവരുമ്പോൾ ബയസ്റ്റ് ഇത് ആയിട്ട് അതിൻ്റെ വിലക്ക് ലേലം ചെയ്ത് വിൽക്കുക. കമ്പ്യൂട്ടർ ലേലമായിരുന്നു അന്ന്. എന്നിട്ട് ആംസ്റ്റർഡാമിൽ നിന്ന് ഈ ഫ്ലവേഴ്സ് മുഴുവനും ഇവിടുത്തെ ജർമ്മനിയിലേക്ക് പോയിട്ട് അവിടുത്തെ അമേരിക്കയിലേക്ക് പോകുന്നു. ഈ കച്ചവടം എന്നാണ് അവർ ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു കച്ചവടം ഉണ്ടോ? ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ട് ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ പഴങ്ങൾ, ഇവിടുത്തെ വെജിറ്റബിൾസ്, കാർഷിക വസ്തുക്കൾ, ചേന, ചേമ്പ് തുടങ്ങിയ വിഭവങ്ങൾ ഇതെല്ലാം തന്നെ ദുബായ് മാർക്കറ്റിൽ മിഡിൽ ഈസ്റ്റിൽ എത്തിക്കുവാനുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് പറയുന്നത് കേട്ടു. പക്ഷേ അതിനുള്ള സംവിധാനം ഇവിടെ വേണം. ആ സംവിധാനത്തിന് കർഷകരെ തയ്യാറാക്കുന്ന ചെറിയ ചെറിയ സംഘങ്ങൾ, എന്നിട്ട് അവർക്കുള്ള വിപണനത്തിലുള്ള ഇതായിട്ടുള്ള നേതൃത്വം ഗവൺമെൻറ് കൊടുക്കണം. നേതൃത്വം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ചിന്ത പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ സാറേ, ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ കാർഷിക കലാപങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടേറെ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കേരളമൊക്കെ ഒരുപാട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഒക്കെ ഒരു അസംഘടിതരായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് കർഷക സംഘടനകളുണ്ട്. പക്ഷേ ഏകോപിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു അവകാശങ്ങൾ നേടിയെടുക്കുന്നത്? അല്ല, അവിടെയല്ല തന്നെ ഇത് മുതലാളിത്തത്തിൻ്റെ വേറൊരു സാംസ്കാരിക ഘട്ടം. അവർ ഛിന്ന ഭിന്നമാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളെ വ്യക്തിയായിട്ട് നിർത്തുക. ഇപ്പോൾ TV വന്നതിന് ശേഷം നമ്മൾ സോഷ്യൽ ഗ്യാതറിങ്ങിൽ എത്രയോ കുറവ് വന്നിട്ടുണ്ട്. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല. നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ അവരൊരു പ്രോഗ്രാം കണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ ആറ്റമായിട്ട് വിഭജിക്കുക. അതായത് മുതലാളിത്തത്തിന് വേണ്ടുന്ന ഫാക്ടറിയിലേക്ക് ഹ്യൂമൻ ബീങ്സിനാണ്. ഇപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യ ഇവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ പണിയെടുക്കുകയാണ്. കാരണം അവളെടുക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല എടുക്കുന്നത്. EY എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് അവളെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇൻ്റലക്ച്വൽസിനെ മുഴുവൻ ആറ്റമൈസ് ചെയ്തിരിക്കുന്നു. അതായത് ജൈവ ബുദ്ധിജീവി ഇവിടെയില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണോ വേണ്ടത്, ഇല്ല ഫുൾ സ്വാതന്ത്ര്യം വേണ്ടത്, ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഏറ്റവും വലിയൊരു പഠനം വന്നത്. ബ്രിട്ടീഷ് എക്കണോമിക് പോളിസിയെ പറ്റിയിട്ടുള്ള ഒരു പഠനം വന്നു. ആ പഠനത്തിലാണ് പറയുന്നത് ഫുൾ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെന്ന്. ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴെന്തായി, ഇവർ ട്രൈലാറ്ററൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 46-ൽ കൊളോണിയൽ ഗവൺമെൻറ്റുകൾ ഒരു സംഘടന രൂപീകരിച്ചു. അതിൻ്റെ ആശയം 90-ൽ WTO വഴി നടപ്പിലാക്കി. അപ്പോൾ നമ്മളല്ലേ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ അവരെ തീരുമാനങ്ങൾ നമുക്ക് വേണം. അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് ഞങ്ങൾ പഞ്ചാബിൽ പ്രസംഗിച്ച കാര്യം, ഗവൺമെൻറ്റുകൾ വീക്കാവും,
ആ ഗവൺമെൻറ്റുകൾ വീക്കാകുന്നതാണ് നമ്മൾ ദിവസം തോറും പത്രത്തിൽ കാണുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കാൻ കർഷകർക്ക് കഴിയുന്നില്ല. അവരാശയപരമായി ഭിന്നിച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ഈ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോയിൽ നോക്കുമ്പോൾ പരസ്പരം ചീത്ത പറയുന്നതല്ലാണ്ട് ഈ രാജ്യം ഇന്ന നിലയിൽ മുന്നോട്ട് പോകുന്നില്ല ഒരു പോളിസി ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ടോ? ദീർഘവീക്ഷണത്തോടെ ഇല്ല. 47 ഇന്ത്യ 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പറയാറില്ല. അതിൻ്റെ വഴികൾ നമ്മൾ എങ്ങനെയാണ് വികസിതമാകുന്നത്? വികസിത ആരാണ്? മൾട്ടിനാഷണൽ കമ്പനികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട വയനാട്ടിലെ ആദിവാസി കുടിലുകളിൽ ഞാനിവിടെ ഒരു കോഴ്സ് തുടങ്ങി. ആ കോഴ്സ് നിങ്ങൾക്കറിയാവുന്നതാണ്, ഹിൽഡയിൽ വെച്ചിട്ട് ആ MSW കോഴ്സ്. ഞാൻ വൈസ് ചാൻസലറായിരിക്കും. അതെ, സോഷ്യൽ വർക്കിൻ്റെ. ഞാൻ ഈ കുട്ടികളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് ഒരു ഹരിജൻ കോളനിയിലേക്ക് പോയി. ഞങ്ങൾ പോയതൊരു ഉച്ച സമയത്താണ്. അപ്പോൾ ഇന്നെന്താ നിങ്ങളുടെ ഉച്ചക്കുള്ള ഭക്ഷണം എന്ന് ചോദിച്ചാൽ പറയും ഒന്നുമില്ല, ഭക്ഷണമില്ല ഉച്ചക്ക്. ആ ദരിദ്ര കുടിലുകളിൽ ഇന്നും ആ കുടിലുകളും ദരിദ്ര സ്ഥിതിയാണ്. വയനാട്ടിലേക്ക് മാറ്റം വരുന്നില്ല. ആ അവസ്ഥക്ക് മാറ്റം വരുന്നില്ല. ഇപ്പോൾ ഹിസ്റ്റോറിയൻ എവിടെ നിൽക്കണം എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. നിങ്ങൾ ചൂഷകൻ്റെ കൂടെയോ അല്ലെ ചൂഷിതരുടെ കൂടെയോ നിൽക്കുന്ന അടിസ്ഥാന പ്രശ്നമാണ്. ആ അടിസ്ഥാന പ്രശ്നത്തിൽ നമുക്ക് മാർക്സിസം മാത്രമാണ് ഒരു ടൂള്. അവർക്ക് എത്രയോ കുറ്റങ്ങളും തെറ്റുകളുണ്ട്. പക്ഷേ മാർക്സിസത്തിൻ്റെ ആ ഐഡിയോളജി തീയുടെ തീത്വമാണത്. അതിൻ്റെ ചൂട് പോയാൽ പിന്നെ അതെന്തിനു പറ്റും? അതിന് ചലനം വന്നിട്ട് അത് തണുത്തു പോവുകയാണ്. തീക്കട്ട തണുത്തു പോയാൽ പിന്നെ നമുക്ക് എന്ത് ഉപയോഗമുണ്ട്? അതുപോലെയാണ് മാർക്സിസത്തിൻ്റെ ടൂളിനെ നശിപ്പിക്കുകയാണെന്നത് ലോകം മുഴുവൻ. ആ ടൂളിന് പല അപാകതകളുണ്ട്. പക്ഷേ പാവൻ്റെ അംബേദ്കർ കണ്ട പാവങ്ങളുടെ ഉദ്ഗമനത്തിന് ആ ടൂള് നമുക്ക് ആവശ്യമാണ്. ഇപ്പം എൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ വൈസ് ചാൻസലറായിരിക്കും എനിക്കൊരു പൊസിഷൻ കിട്ടി. അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിൽ നോളജ് ടു ദ വില്ലേജസ്, നോളജ് ഗ്രാമങ്ങൾ അവിടെ കെട്ടിക്കിടത്താൻ പറ്റില്ല. ഇതിലേക്ക് പോകണം, ഗ്രാമങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ വടകര ഒരു സെൻറ്റർ ഉണ്ടായി, BH സെൻറ്റർ. ഇവിടെ വയനാട്ടിൽ 2 BH സെൻറ്റർ ഉണ്ടായി. ഇവിടെ കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടായി. ഇതെല്ലാം വന്നത് എന്തുകൊണ്ട്? എൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അതായിരുന്നു. അതിന് ശേഷം വന്നവർ അതിനെ നശിപ്പിക്കുവാൻ അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഫോളോ അപ്പ് ഇല്ലാതെ ഒരാൾ തുടങ്ങിയ പോളിസിയെ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുക, കാലിക്കറ്റിൽ ഞാൻ അവസാനത്തെ സിൻഡിക്കേറ്റിലെടുത്ത തീരുമാനം, ഈ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റുകൾ, ഡോക്ടർമാർ, ഇവരെയെല്ലാം തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മാസം അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അധ്യാപകന്മാർക്ക് വേണ്ടു. ആ മെത്തഡോളജി പഠിപ്പിക്കുവാനുള്ള ഒരു കോഴ്സിന് അത് വേണ്ടിയിട്ട് ആരംഭിച്ച് അതിൻ്റെ തറക്കല്ലിടൽ വരെ നിർവഹിച്ചു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എത്രയോ 80 മറ്റോ 19 ലക്ഷം റുപ്യ യൂണിവേഴ്സിറ്റി ചെലവ് ചെയ്തു. അതില്ലാണ്ടാക്കിയത് നിങ്ങളെ ജനപ്രതിനിധികളും വൈസ് ചാൻസലറും തന്നെയാണ്, ഞാനല്ല. ആ ഫോളോ അപ്പ് ഇല്ല. അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന പോളിസി വേറൊരാൾ നശിപ്പിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ശാപം. ഏറ്റവും വലിയ ശാപം അതാണ്. ഓക്കെ സാർ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. വയനാടിനെ സംബന്ധിച്ച് ഇപ്പം ഇതേറ്റവും ഈ ഒരു ആൻസർ പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ താങ്കൾ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്കറിയാം വന്യമൃഗശല്യം എന്നുള്ളത് ഒരു 15 ദിവസത്തിനിടെ വയനാടിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണ്. 3 പേരെയാണ്, 2 പേരെ കാട്ടാന, ഒരാളെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഇത്രയേറെ വന്യമൃഗശല്യം? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേപ്പാടിയിൽ പട്ടിക്കൂടിൻ്റെ പുറകിൽ CCTVയിൽ കാണുന്നത് പുലിയെയാണ്. അത്രത്തോളം ഒരു സമയം കഴിഞ്ഞ് ഒരു 6 മണി 7 മണി കഴിഞ്ഞാൽ വയനാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, വന്യമൃഗശല്യം മൂലം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് എത്രയോ തവണ സ്കൂളുകൾക്ക് അവധി വരെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. എന്താണ് സാറുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഇതിന്? എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇതിൻ്റെ ഒരു സയൻറ്റിസ്റ്റ് അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത്, എൻ്റെ കോമൺ ബുദ്ധി കൊണ്ട് തോന്നുന്നത്, എന്തുകൊണ്ട് മൃഗങ്ങളും പുലികളെല്ലാം നാട്ടിലേക്ക് ഇറക്കുന്നു? ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, വെള്ളത്തിന് വേണ്ടി. ഇത് രണ്ടുമില്ലാതെ അവർക്ക് ജീവിതമില്ല. അപ്പം ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഗവൺമെൻറ് തന്നെ വേലി കെട്ടിയിട്ടും ഇത് കിടക്ക് കുഴിച്ചിട്ടും സംരക്ഷിക്കാൻ കഴിയില്ല. കാട്ടിൽ ഇവരുടെ കേന്ദ്രങ്ങളിൽ ഗവൺമെൻറ് നേതൃത്വത്തിൽ, വനവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വെള്ളവും ഭക്ഷണങ്ങളും തീറ്റകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുളങ്കാടുകൾ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കാൻ അക്കേഷ്യ നട്ടാൽ
ഇതിന് തീറ്റയാവില്ല. അതുപോലെ തന്നെ സാറേ, ഈ ദീർഘവീക്ഷണം ഇല്ലാത്തൊരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ സാറ് പറഞ്ഞു മുള നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അധിനിവേശ സസ്യങ്ങളാണ് യഥാർത്ഥത്തിൽ വയനാടൻ കാടുകൾ, സെന്ന പോലെയുള്ള അധിനിവേശ സസ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ദീർഘവീക്ഷണം ഇല്ലായ്മയല്ലേ ഇതിന് കാരണം? ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ ഫലമാണ്. അതായത് അന്നേരത്ത് ആ സമയത്ത് ഇപ്പോൾ വയനാട്ടിലെ മുളങ്കാടുകൾ മുഴുവൻ പോയത് എങ്ങനെയാണ്? ബിർല കോഴിക്കോടിൽ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഞാൻ നടക്കുന്നില്ല. അപ്പം മുളകൾ മുഴുവൻ പൾപ്പുണ്ടാക്കി കൊടുത്തു. ആ മാവൂർ സിറ്റി പോലും ഇന്ന് നശിച്ചിരിക്കുകയാണ്, കെട്ടിടങ്ങളെല്ലാം നശിച്ചിരിക്കുകയാണ്. അതേസമയത്ത് വയനാട്ടിലെ മുള വെട്ടുമ്പോൾ ആ മുള വെച്ച് പിടിപ്പിക്കുവാനുള്ള ശ്രമം ഇവിടെ ഉണ്ടായിട്ടില്ല. കാട്ടിൽ സ്വന്തം വളരുക. അപ്പോൾ വന്യമൃഗങ്ങൾക്ക് തീറ്റയും ജലവും കൊടുത്ത് അവരുടെ കേന്ദ്രങ്ങളിൽ നിലനിർത്തുവാനുള്ള സമഗ്രമായ പദ്ധതി വേണം. ആ പദ്ധതിയിലേക്ക് നമുക്ക് ഈ നിലയിൽ വരും. അതിന് ഫണ്ട് ഉൾപ്പെടെ വകയിരുത്തിക്കൊണ്ട് സർക്കാർ ഒരു ശക്തമായ ഒരു ഇടപെടൽ നടത്തണം. സർക്കാരിന് വേണ്ടിയിട്ട് പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം. ആ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് വളരെ ശക്തമായിട്ട് ഇടപെടണം. പ്രോജക്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അതെ, ഓക്കെ. ഈ പഴശ്ശി അതുപോലെ ടിപ്പു സുൽത്താൻ ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ പഠിച്ച ഒരാളാണ് താങ്കൾ. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവാദം എന്നുള്ളത് നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല, 3ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടമായിരുന്നു വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ BJPയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചാരണം എന്നുള്ളത് നമുക്കറിയാം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് വയനാട്ടിൽ മത്സരിച്ചത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു കാര്യം എന്നുള്ളത് വയനാടിൻ്റെ പേര്, ബത്തേരിയുടെ പേര്, വയനാടിൻ്റെ അല്ല ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്നുള്ള തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരുന്നു. അല്ല, ഞാനും കണ്ടിരുന്നു ആ പ്രസ്താവന. ഞാൻ പ്രസ്താവനക്കെതിരായിട്ട് പ്രതികരിച്ചിരുന്നു. ഇത് ഫേസ്ബുക്ക്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നാമം ചരിത്രത്തിലുണ്ടോ? ചരിത്രത്തിൽ ഗണപതി വട്ടം എന്നുള്ള യൂറോപ്യൻ റവന്യൂ സെറ്റിൽമെൻറ്റിലെല്ലാം ഗണപതി വട്ടം എന്നുള്ള പേരുണ്ട്. പക്ഷേ ഗണപതി വട്ടം ആവുന്നതിന് മുമ്പ് ഗണപതി ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടാവാം. ഇയാളെ പഴശ്ശിയുടെ കാലത്ത് തന്നെ ഒരു ഗണപതി വട്ടം ഉണ്ടാവാം. ഇന്ന് നമ്മൾ വയനാട്ടിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രം, അത് 1973 പോലും പാർശ്വനാഥൻ്റെ ബിംബങ്ങളുള്ള പുറം മതിലുകളോട് കൂടിയിട്ട് ഞാൻ കണ്ടിട്ടിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഹന്നരട് വീതി എന്ന് പറയുന്നൊരു ജൈന ഇതെല്ലാം ആയിട്ടുള്ള പേരിലുള്ള 1600-കളിൽ ജൈനർ ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് മാറി. അപ്പോൾ ഈ ക്ഷേത്രം അവർ ഉപേക്ഷിച്ചു. അപ്പം ഗണപതി ഇതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ 400 കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴോ ഇതിന് ഗണപതി വട്ടം എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ടാവാം. അത് നോക്കിയിട്ട് സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളെ പേര് മാറ്റാൻ പുറപ്പെട്ടാൽ അത് കൊളോണിയലിസം എന്ന ഒരാശയം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും അടുത്ത തലമുറ അറിയില്ല. അപ്പോൾ അതിൻ്റെ പേര് എന്തുകൊണ്ട് സുൽത്താൻ്റെ ബത്തേരി, സുൽത്താൻ്റെ ഏറ്റവും അധികം ഇന്ത്യയിൽ ചരിത്രകാരന്മാർ ക്രൂശിച്ചൊരു വ്യക്തി സുൽത്താനാണ്. സുൽത്താൻ എന്ത് ചെയ്തു? അദ്ദേഹം 16 കൊല്ലം ഭരിച്ചപ്പോൾ 15 കൊല്ലം കുതിരപ്പുറത്ത് ഇവരോട് യുദ്ധം ചെയ്യുമായിരുന്നു, കൊളോണിയലിസം. അദ്ദേഹം തന്നെ നൈസാമിന് എഴുതിയൊരു കത്തുണ്ട്, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ ശത്രു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. 1799 അദ്ദേഹത്തെ മെയ് 4 അദ്ദേഹത്തെ ശ്രീലങ്ക പട്ടണത്തിൽ വെച്ച് വധിക്കപ്പെട്ടത്. യുദ്ധക്കളത്തിൽ മരിച്ച ഒരൊറ്റ രാജകുമാരനും രാജാവ് ഇന്ത്യയിലില്ല. എല്ലാവരും അവരെ സൈന്യവും മന്ത്രിമാരും അല്ലേ മരിച്ചിട്ടുള്ളൂ. ഇത് സുൽത്താൻ നേരിട്ട് മരിച്ചു. സുൽത്താനെ വധിക്കുക ചെയ്തെങ്ങനെ ഒറ്റിക്കൊടുത്തുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് തന്നെ ഇന്ന് വലിയ ചർച്ചകളുണ്ട്. അവർ ബ്രിട്ടീഷുകാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു. ഇപ്പോൾ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറിൽ പറയുകയാണ്, 4ാം ശ്രീലങ്ക പട്ടണത്തിൽ ടിപ്പുവിൻ്റെ ഭാഗത്തെപ്പറ്റി നിങ്ങൾ അധികം പറയണ്ട, അതെന്താണെന്നുള്ള കാര്യം എനിക്കറിയാം. അതായത് ഗോൾഡ് കൊടുത്തുകൊണ്ടില്ല മൈസൂർ രാജാവിനും ബാക്കിയുള്ള ശിങ്കിടികൾക്കും ഇതായിട്ടില്ല ഗോൾഡ് കൊടുത്തിട്ട് അവർ വിലക്ക് വാങ്ങിയവർ ഇതായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ഗാന്ധിജിയാണ് 1924 പറഞ്ഞത്. ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണ് സേനാനി ടിപ്പു സുൽത്താനാണ് 1924. അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണൽ അപ്രോച്ച് ഉണ്ടായിരുന്നില്ല. ഇന്ന് കർണാടകത്തിൽ നിങ്ങൾക്ക് സുൽത്താനെ പറ്റി സംസാരിക്കാൻ കഴിയും. എൻ്റെ ഒരു ഉദാഹരണം പറയാം, സമയമുണ്ടെങ്കിൽ. അവരൊരു സെമിനാറിനെ ക്ഷണിച്ചു. സെമിനാറിന് ഞാൻ പോയില്ല. സെമിനാർ അവർ മാറ്റിവെച്ചു. ടിപ്പു സുൽത്താൻ്റെ സെമിനാറായിരുന്നു. അതായത് ആ സെമിനാറിൽ സെമിനാറിനെതിരായി രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും എല്ലാം ഇടപെട്ടു. അവർ സെമിനാർ മാറ്റിവെച്ചു. അപ്പോൾ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞാൽ അവിടെ സംസാരിക്കാൻ പാടില്ല. പിന്നെ അവർ ഇതേ സെമിനാർ ഹൈദരാബാദ് എക്കോണമി എന്ന് പറഞ്ഞിട്ട് നടത്തി. അതിലും ഞാൻ പോയി. ടിപ്പുവിൻ്റെ ഭരണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചത്.
അവിടെ ബി ഷെയ്ഖാലി എന്നെല്ലാം പറയുന്ന ഏറ്റവും വലിയ പ്രൊഫസറെല്ലാം ഉണ്ടായിരുന്നു ടിപ്പുവിന് അധികാരം. അപ്പോൾ ടിപ്പുവിനൊരു സെക്കുലർ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ സുൽത്താൻ ബത്തേരി ഇതിലെ പേര് അദ്ദേഹം ഇട്ടതല്ല, അതെ, ബ്രിട്ടീഷുകാർ കൊടുത്തതാണ്. സുൽത്താൻ ബാറ്ററി അത് അദ്ദേഹത്തിൻ്റെ സൈനിക സാമഗ്രികൾ ആ പൊളിഞ്ഞ ജൈന അമ്പലത്തിൽ 1600 പൊളിഞ്ഞു പോയിട്ട് ജൈന അമ്പലത്തിൽ സൂക്ഷിച്ചത് കൊണ്ടാണ് ആ പേര് വന്നത്. സുൽത്താൻ അങ്ങനെ പേര് മാറ്റാണെങ്കിൽ ശ്രീരംഗ പട്ടണത്തിൻ്റെ തൻ്റെ തലസ്ഥാന പട്ടണത്തിലുള്ളതിൻ്റെതാണ് ആദ്യമായിട്ട് മാറ്റേണ്ടത്. എന്തുകൊണ്ട് അദ്ദേഹം അത് വേറൊരു പേര് വിളിച്ചില്ല? അതെ, അത് വിളിക്കാമായിരുന്നു. സാർ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സുരേന്ദ്രനാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ ഒരു കമ്മ്യൂണൽ അപ്രോച്ച് ആണോ ഇതിലേക്ക്? അത് എനിക്ക് പറയാൻ പറ്റില്ല. ജനങ്ങളെ അപ്രോച്ച് അല്ല. ജനങ്ങൾക്ക് നിങ്ങൾ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയോ എന്ത് കൊണ്ടുവന്നോ അല്ല അടിസ്ഥാന പ്രശ്നം. അവരുടെ പ്രശ്നം പാർപ്പിടമില്ലായ്മ, പട്ടിണി, വിദ്യാഭ്യാസമില്ലായ്മ, ആതുര കേന്ദ്രങ്ങളില്ലായ്മ. ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടപ്പാടുകളിൽ നിന്ന് അവരെ മോചനം നേടാൻ ഗവൺമെൻറ്റിനെ കഴിയുള്ളൂ. ആ ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. പേര് മാറ്റം കൾച്ചറിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ പേര് മാറ്റിക്കോട്ടെ. മാറ്റിയവർ വലിയ പട്ടണങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പറയണ്ട. ഓരോ ഗ്രാമത്തിലേക്കും അത് അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഗ്രാമങ്ങളെ വിഘടിപ്പിക്കുക എന്നുള്ള ഒരു പോളിസി ഇതിൻ്റെ പിന്നിലുണ്ട്. അത് രാഷ്ട്രീയമാണോ എന്താണെന്ന് ഞാൻ പറയാം. സാർ ഒരിക്കലും ഇപ്പോൾ ഈ ചരിത്രം ആഴത്തിൽ പഠിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സാർ ഒരിക്കലും ഇതിനോട് യോജിക്കുന്നില്ല? ഞാൻ യോജിക്കുന്നില്ല. പേരുകളിപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊൽക്കത്ത എന്നാക്കിയതിനെ കൊണ്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് എന്താ കാര്യം? ഓക്കെ, ബാംഗ്ലൂർ, ബംഗളൂരു, അതെ. ഇപ്പോൾ കോഴിക്കോടിന് 2, കാലിക്കറ്റ്, കോഴിക്കോട്. അതുപോലെ നിങ്ങൾക്കൊരു പട്ടണത്തിന് 2 or 3 പേര് ഉപയോഗിക്കാം. ഈ സുൽത്താൻ ബത്തേരി എന്നെല്ലാം എടുത്ത് തീരെ കളയേണ്ടത് ആവശ്യം എന്താ? ഗണപതി വട്ടം ഉപയോഗിക്കുന്നതാണ്, അത് എഴുതിക്കോട്ടെ. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ ആശയമായിട്ട് അത് ഒരിക്കലും വരാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. അത് തെറ്റ് തന്നെ, തീർച്ചയായും. ഈ ഒരു താങ്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട്, പ്രത്യേകിച്ച് മലബാറിൽ ഒപ്പം തന്നെ വയനാടിനും ഇപ്പോൾ താങ്കൾ BEd സെൻറ്റർ ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു മുട്ടിൽ ഒരു MCA സെൻറ്റർ. അപ്പോൾ അതിപ്പോൾ അത് പൂട്ടിപ്പോകുന്ന ഒരു വക്കിലേക്കാണ് അത് നീങ്ങുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കാർഷിക മേഖല സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. എല്ലാ സ്ഥാപനവും അങ്ങനെ തന്നെയാണ്, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്നത്. അതായത് ഡെമോക്രറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അധ്യാപകൻ്റെ ഒരു വലിയ പ്രശ്നം ഇതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ വയനാട്ടിൽ എനിക്ക് അന്ന് ഒരു സ്ഥലം തരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുനിസിപ്പൽ ഭരണാധികാരികൾ കൂടി തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് വുഡ്ലാൻഡിൻ്റെ മേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ബംഗ്ലാവ് ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് അവിടെ കൽപ്പറ്റയിൽ തുടങ്ങിയത്. അവിടുത്താണ് അത് പിന്നെ മുട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ മുട്ടിൽ നിന്ന് അതിനൊരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുക, അതിനെ സുസ്ഥിരമായിട്ട് കൊണ്ടുപോവുക. ആളുകളില്ലാത്തത് കൊണ്ടാണ് പഠിക്കുന്നതെന്ന് പറയാം. ആളുകളെ കൊണ്ടുവരിക്കലാണ് വേണ്ടത്. വാടക കെട്ടിടത്തിലായിരുന്നു നിലവിൽ പ്രവർത്തിച്ചത്. അതെ, അതിൻ്റെ വാടക തന്നെ എൻ്റെ കാലത്ത് തന്നെ 1 കൊല്ലം കൊടുക്കാതെ ഇരുന്നു. മുട്ടിലെ ബിൽഡിങ്ങിൻ്റെതോ മറ്റോ വാടക കൽപ്പറ്റയിലോ വാടക കൊടുക്കാതെ ഇരുന്നപ്പോൾ ഞാൻ കാറിൻ്റെ ബോണറ്റിൽ വെച്ചിട്ട് വിതിൻ 24 hours ഇതിൻ്റെ വാടക കൊടുക്കണമെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. അതുപോലെ കൊടുക്കാൻ കഴിവുള്ള ഇച്ഛാശക്തി വേണം ഇതിൻ്റെ പിന്നിൽ. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, ഏറ്റവും അടിസ്ഥാന പ്രശ്നം അതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെയും എല്ലാം ശ്രദ്ധയുണ്ടായിട്ട് സ്ഥലം വാങ്ങി, കെട്ടിടം വാങ്ങി. വിദ്യാർത്ഥികൾ കുറവാണെന്നുള്ള കാരണമൊന്നും പറയാൻ പറ്റില്ല. വിദ്യാർത്ഥികൾ വരും. വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യം ഇല്ലായ്മ മാത്രമല്ല, അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കണം. അതെ. അപ്പോൾ സ്വാശ്രയ കോളേജിൻ്റെ ഭരണത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ ദിനേശ കമ്മിറ്റി, ഞാനടക്കം അതിലുണ്ട്, ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് 2017 ഞങ്ങൾ കൊടുത്ത ആ റിപ്പോർട്ട് ഇന്നും വന്നിട്ടില്ലല്ലോ? ഗവൺമെൻറ് സ്വീകരിച്ചോ തള്ളിക്കളഞ്ഞോ എന്ന് പറഞ്ഞിട്ടില്ല. മാതൃഭൂമിയിൽ അതിനെപ്പറ്റി ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ എഴുതി. അപ്പോൾ അതൊന്നും ചെയ്യാതിരുന്നാലെങ്ങനെ? പാവപ്പെട്ടവൻ്റെ വിദ്യാഭ്യാസം ഏറ്റവും കാലം അത് മൾട്ടിനാഷണലിൻ്റെ കയ്യിലേക്ക് പോകുമ്പോൾ 10 ലക്ഷം രൂപ ഫീസ് കൊടുക്കുന്ന SSLC കോഴ്സുകൾ ഇന്നും നടക്കുന്നുണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾ, ബാംഗ്ലൂരും മറ്റും. നമ്മളെ കുട്ടികളെങ്ങനെയാണ് പോയിട്ട് വാങ്ങും? അതെ, പട്ടിണി. പ്രത്യേകിച്ച് വയനാട് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലയിൽ നിന്ന്. അപ്പം വയനാടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രോജക്റ്റ്, ഈ മൃഗസംരക്ഷണം, ഇത് പറഞ്ഞ പോലെ വന്യജീവി സംരക്ഷണം അവിടെ തന്നെ നടത്തുക എന്നുള്ള ഇതെല്ലാം പോകുന്നു. വന്യജീവി സംരക്ഷണവും നടക്കുന്നില്ല, ഇവിടെ ജനങ്ങളെ സംരക്ഷണവും നടക്കുന്നില്ല. രണ്ടും കൂടിയിലൊരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. തീർച്ചയായും ഇതിൽ ഗവൺമെൻറ്റിനെ ഇടപെടാൻ കഴിയില്ല, ഒരു വ്യക്തിക്ക് ഇടപെടാൻ കഴിയില്ല. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ട് കാർഷിക മേഖലയിലെ വിഷയങ്ങൾ, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ എല്ലാ മേഖലകളിലും കൃത്യമായിട്ട് താങ്കൾ പ്രതിപാദിക്കുകയുണ്ടായി.
അതിനൊപ്പം തന്നെ കവിതകളുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് കവിതകളിൽ മലബാർ റവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കവിതകൾ എങ്ങനെ വന്നു? അടിസ്ഥാനപരമായിട്ട് 60കളിൽ ഞാൻ കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട്, പ്രവാഹ ഗീതം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഈ കവിത എഴുതുമ്പോൾ എന്നിൽ കവിത്വം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നടരാജഗുരു അതിനെ അനുഗ്രഹിച്ചത് ഏറ്റവും അധികം നല്ല കാവ്യവാസന കാണുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ ചരിത്രത്തിലേക്ക് തിരിച്ചു. ആ ചരിത്രത്തിലേക്ക് തിരിച്ചപ്പോൾ എനിക്ക് കവിതകൾ നോക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോഴീ 2000-ൽ ഞാൻ 3 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഹലാജ് ആൻഡ് അതർ പോയംസ്. ഹലാജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇസ്ലാമിക തത്വചിന്തകനാണ്. അതിൻ്റെ സമാഹാരമായിട്ടൊരു കവിതകൾ. അതുപോലെ തന്നെ വേറൊന്ന് എഴുതിയത് ഏഴുമല ആൻഡ് അതർ പോയംസ്. അതുപോലെ തന്നെ അബുദാബി ആൻഡ് അതർ പോയംസ് എഴുതി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് പഴശ്ശിയെ പറ്റിയിട്ട് കവിതകൾ എഴുതി. ടിപ്പു സുൽത്താനെ പറ്റി കവിത. അത് രണ്ടും ഇത് വന്നിട്ടില്ല പ്രസിലേക്ക്. ഇപ്പം ഞാൻ മലബാർ സമരത്തിൻ്റെ 6 വോളിയത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ആശയങ്ങൾ ഇന്ത്യയിലെ ഒരൊറ്റ ചരിത്ര വിഷയത്തെ പറ്റിയിട്ട് ഇപ്പോൾ 1857 പറ്റിയിട്ടൊരു കാവ്യപുസ്തകം കാണാൻ കഴിയില്ല. കവിതകൾ എഴുതിയിട്ടുണ്ട് പലരും, പക്ഷേ ഒരു പുസ്തകം കാണാൻ കഴിയില്ല. ഏതാണ്ട് 32ഓളം കവിതകൾ മലബാർ കലാപത്തിനെ പറ്റിയിട്ട്. എൻ്റെ അതിലെ ആ വോളിയത്തിൻ്റെ അത് കൂടിയുണ്ട്. കവിത അവസാനിപ്പിക്കുന്ന അല്ലയോ അറിയപ്പെടാത്ത രക്തസാക്ഷി, നിന്നെ എനിക്കറിയില്ല, നിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, നീ എൻ്റെ രാജ്യത്തിന് വേണ്ടി, നിൻ്റെ കുട്ടികളുടെ സൗഖ്യത്തിന് വേണ്ടി, നിൻ്റെ തലമുറയുടെ സൗഖ്യത്തിന് വേണ്ടി നീ മരിച്ചവനാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ ആദരിക്കുന്നു. വളരെ വൈകാരികമായിട്ടൊരു കവിതയാണ് അതിൻ്റെ അവസാന കവിത. അപ്പോൾ അതുപോലുള്ള കവിതകളിലൂടെ മാത്രമേ നമുക്ക് ഏറ്റവും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എത്രയോ ചരിത്ര പുസ്തകങ്ങൾ ഞാൻ എഴുതി, ഞാൻ പിന്നീട് വായിക്കാറില്ല. അത് ബഹുജനങ്ങൾ വായിച്ചു കൊള്ളട്ടെ, എനിക്കതിൻ്റെ ആവശ്യമില്ല. പഴശ്ശി സമരങ്ങൾ തന്നെ ഞാൻ എഴുതി കഴിച്ചതിന് ശേഷം അതിൻ്റെ 5-6 പ്രസിദ്ധീകരണങ്ങൾ വന്നു, ടിപ്പു സുൽത്താൻ്റെ വന്നു. പക്ഷേ ഞാനതൊന്നുമല്ല പിന്നെ വായിക്കാറ്. എൻ്റെ കവിതകൾ ഞാൻ വായിക്കും. സ്വാന്തസുഖായ കവി, സ്വന്തം മനസ്സിന് എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് കവിത എഴുതുന്നത്. അപ്പം എൻ്റെ ആത്മസുഖമുണ്ട്, അത് സമൂഹത്തിന് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ ഒരു കവിയെന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല, എല്ലാവരും ഒരു കവിയായിട്ട് അംഗീകരിക്കുന്നത്. പക്ഷെ വരാൻ പോകുന്ന കാലം ഈ ചരിത്ര വിഷയത്തെപ്പറ്റി കവിതയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ എൻ്റെ കവിതകൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി. താങ്കൾ ഇത്രയേറെ ഈ ഒരു അരമണിക്കൂറിലധികം സമയം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, കവിതകളെക്കുറിച്ച്, കാർഷിക മേഖല, അങ്ങനെ വിദ്യാഭ്യാസ മേഖല വളരെ വൈഡായിട്ട് തന്നെ സംസാരിച്ചു. എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തതിൽ. എൻ്റെ ഒരു യാത്രയിൽ നിങ്ങളുടെ പ്രക്ഷേപണവും കൊണ്ട് വയനാട്ടിന് വല്ല ഗുണവും കിട്ടുകയാണെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. താങ്ക് യു.